എന്റെ കെട്ടിയോന് ഹെയറിലൊരു ട്രീറ്റ്മെന്റ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്നെ ഒരു കൂട്ടന്ന് വരുമോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഞാൻ വരുന്നില്ല, എനിക്ക് കുറേ പണികൾ ഇവിടെ പെൻഡിങ് ആണെന്ന്. ആര് കേൾക്ക ആരോട് പറയാം. അവസാനം കാറ് കയറിയപ്പം പറയുകയാണ് 2-3 മണിക്കൂർ നീ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി, എന്തായാലും നിന്റെ മുടിയും കൂടി അങ്ങ് കട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓണത്തിനെ കട്ട് ചെയ്യത്തോളന്ന്. പക്ഷേ പിന്നീട് അവിടെ ചെന്ന് ചിന്തിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ഞാനവിടെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കണമല്ലോ, അപ്പം ഞാനും കൂടി അങ്ങ് മുടിയും വെട്ടി കളറും ചെയ്തേക്കാന്ന് വെച്ചു. അങ്ങനെ അവിടെ ചെന്ന് മുടിയുടെ നീളം കുറയ്ക്കേണ്ട എന്നാണ് എൻ്റെ പ്ലാൻ. കാരണം എനിക്ക് ഈ ഇടയായിട്ട് മുടി വളർത്തണം എന്ന ഭയങ്കര ആഗ്രഹം. ഞാൻ അവിടെ എനിക്കൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് നല്ലൊരാളായിരുന്നു കിട്ടി. ഓം എന്നായിരുന്നു പേര്, വെറൈറ്റി പേരാണല്ലേ. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു, എനിക്ക് 1 സെന്റിമീറ്റർ എങ്കിലും കുറയ്ക്കാവൂ, അതിൽ കൂടുതൽ കുറയ്ക്കൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും കുറച്ച് ഭയങ്കരമായിട്ട് കുറച്ചിട്ടില്ല, എന്നാൽ അത്യാവശ്യം കുറച്ചിട്ടുമുണ്ട്. അങ്ങനെ എൻ്റെ ഹെയറൊക്കെ കട്ട് ചെയ്ത് കളറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ സെറ്റ് ചെയ്ത് തരുമ്പോൾ ഇതിങ്ങനെ കിടക്കുമല്ലോ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആഴ്ച 2 ദിവസമേ കുളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇതിനു മുമ്പ് ഞാനിങ്ങനെ 2 ദിവസമൊക്കെ ഇങ്ങനെ കുളിക്കാതെ മുടി വെച്ച് നോക്കിയപ്പോൾ തന്നെ എനിക്ക് മുടിക്ക് ഭ്രാന്തായിട്ട് തലവേദന എടുത്ത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. എനിക്കിങ്ങനെ ദിവസം തല നനച്ചില്ലെങ്കിൽ തലയിൽ കൂടെ എന്തോ ഒരു വെയിറ്റ് പോലെയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊരു ഹെയർ വാഷ് കഴിയുമ്പോഴത്തേക്ക് ഇവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞതൊക്കെ പോകുമല്ലോ. അങ്ങനെ ദാണ്ടെ കെട്ടിയവൻ എത്തിയിട്ടുണ്ട്. അടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് വേറൊരാളെ പോലെയൊക്കെ തോന്നി കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യൻ ചബ്ബി ബോയെ പോലെയൊക്കെ തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടും ഇങ്ങനെ മുഖമൊക്കെ മാറി വേറൊരു രീതിയിലൊക്കെ തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് വിശന്ന് പൊരിഞ്ഞു. നമ്മൾ വിഴിഞ്ഞ മീൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ വഴിക്ക് കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അതിനകത്ത് കയറിയപ്പോൾ ഒരു വീട് സെറ്റപ്പ്, ഞങ്ങളും കുറച്ച് പേരും മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നപ്പം വേറൊരു വിറ്റ് നടന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കാറ്ററിംഗ് പോലെ 2 കുട്ടികൾ ഇങ്ങനെ ആ യൂണിഫോം ഇട്ട് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ വെച്ചാൽ അവിടുത്തെ വർക്കേഴ്സാണെന്ന് വിചാരിച്ചു ഞങ്ങൾ അവരുടെ അടുത്ത് 2 ഊണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ ഇങ്ങനെ പറയുകയും ചെയ്തു ഇപ്പം വരുമെന്ന്. പക്ഷെ പിന്നീട് തന്നെ ഞങ്ങളുടെ അബദ്ധം മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ ഇന്ന് സോറിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വണ്ട് വർക്ക് ചെയ്തെടുത്ത് നമ്മളിങ്ങനെ പൊരിച്ചൊക്കെ ഇങ്ങനെ ചിപ്സൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പം അരുൺ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വെറുതെ ഇപ്പം ഞാൻ പിന്നെ പോയി ചിപ്സൊക്കെ വാങ്ങി ഞാൻ അത് കഴിച്ചുകൊണ്ടിരുന്നു. അരുൺ ഫോൺ എടുത്താൽ പിന്നെ സംസാരിച്ചിടാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ എനിക്ക് വായിക്കാൻ റെസ്റ്റ് കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കാമല്ലോ. അത് കഴിഞ്ഞ് വിഴിഞ്ഞു എത്തിയപ്പോഴത്തേക്കും അതുവരെ മഴ പെയ്തുകൊണ്ടിരുന്നതാണ്. ഒടുക്കത്ത് ചൂട് സഹിക്കാൻ വയ്യ. അപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് തലവേദന അടിക്കുമെന്ന്. ഇങ്ങനെ തണുപ്പ് കഴിഞ്ഞിട്ട് ഉടനെ ഇങ്ങനെ കട്ട വെയിലടിക്കുമ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ സൈഡിൽ വിൽക്കാൻ നിൽക്കുന്നവരെ മീൻ വാങ്ങി കഴിഞ്ഞ് പോരുക ചെയ്ത വന്ന് ഏകക്കുട്ടിയെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ 2 പേരുടെയും മുടി കണ്ടപ്പോഴത്തേക്ക് ഏകക്കുട്ടിയുടെ കൂറ് മാറിയിട്ടുണ്ട്. ഞാനും അവൾ ഒരുമിച്ച് ചെന്ന് മുടി കട്ട് ചെയ്യാമെന്നായിരുന്നു മുമ്പ് ഇങ്ങനെ സംസാരിച്ചൊക്കെ വെച്ചിരുന്നു എൻ്റെ കൊച്ചിനോട്. ഒരു കുറേ ദിവസമായിട്ട് പറയുന്നു മുടി വെട്ടണമെന്ന്. പിന്നെ അവളുടെ വാശി കാരണം പിന്നെ അവളെയും കൊണ്ടുപോകാതെ ഒരു നിവർത്തിയില്ല. വീട്ടിൽ നിന്ന് ഡ്രസ്സിൽ തന്നെ പിന്നെ കൊണ്ടുപോയേക്കുവാണ്. ആൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്രഞ്ച് കട്ട്, ബാക്കിൽ സ്റ്റെപ്പ് കട്ട് എന്നൊക്കെ പറഞ്ഞ് ലെങ്ത് ഒക്കെ കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ആളുടെ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാരണം കുറച്ച് എണ്ണ ഇങ്ങനെ മുടിയിലുണ്ടായിരുന്നു, വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും ഹെയർ വാഷ് കഴിഞ്ഞിട്ട് പിന്നെ കട്ട് ചെയ്യാന്ന് വെച്ചു. ആൾക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഒരുങ്ങുന്നതും ഇങ്ങനെ മുടിയൊക്കെ വെട്ടുന്നതും സ്റ്റൈലായിട്ട് നടക്കുന്നതിൻ്റെയൊക്കെ ആളാണ്. ആശാട്ടിക്ക് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരു ലോകം. പിന്നെ ആശാട്ടിക്ക് എൻ്റെ പോലെ ഞാൻ ബർഗണ്ടിയാണ് കളർ അടിച്ചത്. ഇങ്ങനെ അവളുടെ വിചാരം അത് പിങ്ക് ആണെന്നാണ്. അവൾക്ക് പിങ്ക് ഇങ്ങനെ കളർ വേണമെന്ന് ആളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ തന്നെ പറഞ്ഞു നമുക്ക് കുറച്ച് വലുതായിട്ട് കളറൊക്കെ അടിക്കാം. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹെയർ വാഷും ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ പറഞ്ഞു ഹെയർ സെറ്റ് ചെയ്യേണ്ട, കാരണം അവൾ ചെന്നിട്ട് എനിക്ക് കുളിപ്പിക്കണമായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ട് പിന്നെ കുളിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഏകക്കുട്ടിക്ക് ഒരേ നിർബന്ധം, അമ്മയ്ക്ക് ഹെയർ സെറ്റ് ചെയ്തല്ലോ പിന്നെന്താ എനിക്ക് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു എന്തായാലും സെറ്റ് ചെയ്തും കൂടെ കൊടുക്കാം, കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സെറ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകക്കുട്ടി പിന്നെ ക്യൂട്ട്നെസ് അങ്ങ് വാരി വെതറിക്കോളും. പിന്നെ പുള്ളിക്കാരെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ ഹെഡ് ഇങ്ങനെ ഷേക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സ്റ്റൈലായിട്ട് കിടക്കുമെന്ന്. ഇത് കേട്ട പാട് കേൾക്കാത്ത പാട് ആരോടാ പറയുന്നത്. അവൾ പിന്നെ ഷേക്കിങ് തുടങ്ങി. വീട്ടിൽ വന്നിട്ട് ഇത് തന്നെ അവസ്ഥ, അങ്ങനെ ചെയ്താലേ സ്റ്റൈലായിട്ട് കിടക്കൂന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പും ഞാൻ ഈ സെയിം കട്ട് തന്നെയാണ് ആൾക്ക് വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇച്ചിരി വളർന്നേ ഉള്ളൂ. ഞാൻ എന്നിട്ട് പറഞ്ഞു നീ വേറെ കട്ട് ചെയ്യാൻ നമുക്ക് ആരോട് പറയാൻ, അവൾക്ക് ആ സെയിം പാറ്റേൺ തന്നെ മതി. അങ്ങനെ ഇതാണ് അവളുടെ ഫൈനൽ ലുക്ക്.